ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആണ് എന്ന് പറയില്ല, പുതിയ വീഡിയോ അല്ല കേട്ടോ. ഇതൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ വെച്ചാൽ ഒരു 6 മാസമായോ, ഒരു സെപ്റ്റംബർ 29-ന്. കാരണം എനിക്ക് എന്താ ഇത്ര ഓർമ്മ പറഞ്ഞ്, പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് അപ്പം എടുത്ത വീഡിയോ ആണിത്. നമ്മൾ പറഞ്ഞ് അവൻ്റെ കല്യാണം വരെ അടുത്ത് കഴിഞ്ഞ്, മീൻസ് കല്യാണം വെച്ചാൽ ഇൻഷാ അള്ളാ വരുന്ന ഞായറാഴ്ച സൺഡേ അന്നാണ് കല്യാണം. ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടില്ലയോ എന്ന് ചോദിക്കണവർ നിറയെ പേരുണ്ട്. എടുത്തു വെച്ചിട്ട് ഇനി ഇടാതിരുന്നാൽ ശരിയായില്ല, കല്യാണം ആയിക്കഴിഞ്ഞു. ഇൻഷാ അള്ളാ അതൊക്കെ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടോളാം. പിന്നെ ഇതെൻ്റെ മാമയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ്. നമ്മുടെ റാവുത്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞ അച്ചാരെന്ന് പറയും. നമ്മുടെ കേരളത്തിലല്ല, നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ അച്ചാരം തന്നെയാണ് പറയുന്നത്. പിന്നെ അതാ ഓരോരുത്തർ ഇവിടെ ഫുൾ ഞങ്ങളായിരുന്നു കേട്ടോ. പാക്കിങ്ങൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചു. പാക്കിങ്ങൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു. എല്ലാവരും കൂടി രസമായിരുന്നു കേട്ടോ. ഇതിലൊരു പാട്ട് ചേർത്തിട്ട് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നക്ഷത്ര ജന്നലിൽ വാണ് മിട്ടിപ്പാക്കത് മ്യൂസിക്കൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ ഈ ഒച്ചയും കലകല അതൊരു രസമില്ല കേൾക്കാൻ. അപ്പോൾ ഇരുന്ന് കുറച്ച് ക്ഷമയോടെ നിങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ഇടയിൽ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ട്. ഇതിപ്പോൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരാൻ ചില സാധനങ്ങളൊന്നും അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നട്ട്സ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ്, അതൊക്കെ നമുക്ക് പേരറിയുന്നത്. ബാക്കി ഇത് സ്പ്രേ ആണ് കേട്ടോ. എന്തോ ഒരു സ്പ്രേ, അതിൻ്റെ പേരൊന്നും അറിയാം. നല്ല അടിപൊളി മണമൊക്കെ ആയിരുന്നു. അത് ഹാർട്ടിൻ്റെ ഷേപ്പ്, സ്പ്രേ, ഇതൊക്കെ അതങ്ങനെ ഓരോന്നും പെണ്ണിനുള്ള കൊടുക്കാനുള്ള മേക്കപ്പ് ബോക്സ് സെറ്റുകൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. എല്ലാമേ ചെയ്തിട്ട്. അപ്പോൾ ഇതിനിടയിൽ സംസാരങ്ങളും എല്ലാവരും കൂടി ചിരിയും കളിയും തമാശയും അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട് പോക്കാതിരുന്നത് കേട്ടോ. സൗണ്ട് വെട്ടിക്കളഞ്ഞില്ല, അല്ലെങ്കിൽ സൗണ്ട് വെട്ടിക്കളഞ്ഞാൽ എൻ്റെ ഈ ഹാ കേട്ടുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ അതിനിടയിൽ ഇത് കേൾക്കുമ്പോൾ ഇടയിൽ കുറച്ച് ഞാൻ മിണ്ടാതിരിക്കുക തോന്നുന്നു. അപ്പോൾ കുറച്ച് അതിൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ. പിന്നെ വാൽ കണ്ണാടി, ഓരോന്നും ഓരോ അവിടെ പോയി ഓർഡർ ചെയ്തതും വാങ്ങിച്ചതും ഫ്ലിപ്കാർട്ടും എല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി അത് ഇരുന്ന് ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ ഗൈസ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അത് ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാം, വെറുതെ വലിയ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ട് കാണാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട് പൂവൊക്കെ കൊണ്ടുപോകാൻ ഈ സെക്ഷനൊക്കെ മാറ്റിക്കഴിഞ്ഞ ശേഷം ഒരു മമ്മാണി ഇരുന്ന് പൂവൊക്കെ വെച്ച് തന്നു. എൻ്റെ അക്ക ഇരുന്ന് കെട്ടി. ഇനി ഒരു ബൊമ്മക്ക, അത് പെണ്ണിൻ്റെ ഒന്ന് അമ്മാവും ഒന്ന് പെരിയമ്മാവാണ് കേട്ടോ. അവരൊക്കെ ഇരുന്ന് കെട്ടി. പിന്നെ ഇത് ഉണ്ടാക്കിയ സാധനമൊക്കെ ഒന്ന് വീഡിയോ, ചെക്കൻ്റെ മറന്നു പോച്ചു ചെന്നെ തെരിയുമോ, മറന്നു പോയിന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്തു. പിന്നെ പൂവൊക്കെ കെട്ടി, പിന്നെ വീടൊക്കെ തുടച്ച് ക്ലീനാക്കി വിട്ടു. ഇതൊക്കെ ഒരു നിസ്കാരം, ഞങ്ങളുടെ അപ്പുറത്ത് ഒരു പ്രേയർ റൂമുണ്ട്, അതിനകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇത് മമ്മാണിയുടെ അണ്ണൻ്റെ ഭാര്യ കേട്ടോ. അവരും ഇരുന്ന് പൂ കെട്ടി. ഇതവരെല്ലാം സെക്ഷനായിട്ടിരുന്ന് പൂ കെട്ടുന്നുണ്ട്, ജോക്കും തമാശയും. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്ന പോലെയായിരുന്നു പൂ കെട്ടിക്കൊണ്ടിരുന്നത്. അവസാനം അടിപിടിയൊന്നും കൂടിയില്ല കേട്ടോ, വെട്ടിക്കളഞ്ഞ് നമ്മൾ അത് രണ്ടാക്കിയല്ലോ. പിന്നെ എനിക്കും ഒരു മോഹം പൂ കെട്ടണത് എങ്ങനെയാണെന്ന് അറിയില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ച് തലയിൽ ചൂടുന്നല്ലേ, അത് ചൂടാൻ ഇഷ്ടമാണതാ. വലിയ ഗമയിലൊക്കെ ഇരുന്ന് പൂവൊക്കെ കെട്ടുന്നുണ്ട്. ആദ്യത്തെ 10 കെട്ടും, പിന്നെ ഫ്രണ്ടിലത്തെ ഒരു 4 കൊഴിഞ്ഞ് വീഴും. വീണ്ടും ഒരു 4 കെട്ടുമ്പോൾ വീണ്ടും അവസാനം ഞാൻ ആ നൂലിനെ അവിടെ ഇട്ടിട്ട് പൂവിനെ അടിച്ചു വാരി കൂട്ടിയിട്ട് കൊണ്ട് പുറത്തിടേണ്ട അവസ്ഥയായിപ്പോയി ഞാൻ കെട്ടിയ പൂവിൻ്റെ കേട്ടോ. പിന്നെ ഒരു ചായയും കടിയൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ നല്ല പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരക്ക് അതാ ചെക്കൻ്റെ അനിയത്തി മുഖമൊക്കെ മറിക്കുന്നുണ്ട്. എന്നെ കാണിക്കണ്ടെന്ന് ഭംഗിരുത്. ഇലയുടെ കഴിച്ച് ഞങ്ങൾ സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഇലയടയായിരുന്നു. അത് എവിടെ നിന്ന് വാങ്ങിച്ചാണോ അറിയില്ല. മാമ സൂപ്പർ ഇലയടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇതിപ്പോൾ നെന്നിമ്മ അമ്മ മാഷാ അല്ലാ എല്ലാവരും അവിടെ ഇരുന്ന് നോക്കുകയാണ്. പിന്നെ ഇത് രാത്രിത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ്, രാത്രി ഫുഡ്, ഫുൾ സ്പെഷ്യൽ
സ്പെഷ്യൽ പൊരിഞ്ഞ പണി മമ്മാണിക്ക്. അങ്ങനെ അതൊക്കെ കൊണ്ട് അതാണ് പ്രേ റൂം. അതിനകത്തൊക്കെ കൊണ്ട് സെറ്റാക്കി വെച്ച ശേഷം ഇതെല്ലാം കവർ ചെയ്യണമല്ലോ, ഒരു കവർ ചെയ്യണ മോഡലാണ് അത്. രാവിലെ അതൊക്കെ കൊട്ടി വെക്കണ പണി, രാവിലെ വൈകുന്നേരത്തിന് ശേഷം ഇതൊക്കെ കവർ ചെയ്യണ പണി. എല്ലാവരും അപ്പോഴേക്കും അമ്മാൻ്റെ കാലാമ്മാൻ്റെ മക്കളൊക്കെ വന്നെത്തി കേട്ടോ. സുജാക്ക, സാബിയക്ക, റിസാക്ക അവരൊക്കെ വന്നെത്തി. അവരൊക്കെ വന്ന് അവരൊക്കെ കൂടെ ഇരുന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു. കവർ ചെയ്ത് ഇതൊക്കെ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം വെറുതെ നിങ്ങളുടെ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ എന്നെ പോട്ടിരിക്കലായിവോ അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. എന്നാലും വിചാരിക്കണവർ വിചാരിച്ചോട്ടെ അല്ലേ, നമുക്ക് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അറിഞ്ഞ് ഞാൻ മെല്ലെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, കുട്ടി പാവം. ഇത്തിരി വലിയ കുട്ടിയായിപ്പോയി മാത്രം, അത് സാരമില്ല. ഇതിങ്ങനെ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരുന്ന അതിലൊക്കെ കേൾക്കാനൊക്കെ രസമല്ലേ. എൻ്റെ കുട്ടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ 2 കുട്ടികളും നല്ല പൊരിഞ്ഞ പണിയായിരുന്നു. മാഷാ അല്ലാഹ്. എല്ലാ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് എന്തായാലും. 2 മക്കൾക്കും പഠിച്ചവൻ സഹായിച്ച് അത് അവസാനം വരെ ഉണ്ടായി മതിയായിരുന്നു. പിന്നെ ഇതാ ഒട്ടിക്കലും ബിസി തന്നെ, കാര്യമായിട്ട് ബിസി തന്നെ. ഇതിലിടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ. കുറച്ച് ഞാൻ മിണ്ടാതിരിക്കണേ. ഇത് എപ്പോൾ എവിടെയാണ് സംസാരിച്ചതെന്ന് എനിക്ക് മറന്നു. എവിടെയാ എല്ലാം കെട്ടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഒരു ബൊക്ക ഞങ്ങൾ ഉണ്ടാക്കി. ബൊക്ക പെണ്ണിന് കൊടുക്കണമല്ലോ പോയതും. അപ്പോൾ ബൊക്കയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് ബൊക്ക പോയി, അത് പൂച്ചുണ്ടായിപ്പോയി. അതിലെന്തോ ഒരു അപാകത. കൊടുക്കുമ്പോൾ ബൊക്ക പോലെ ഇരിക്കണ്ടേ, അത് അതിനുണ്ടാക്കിയ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയപ്പോൾ വീണ്ടും അതിനെയൊക്കെ വെട്ടിയെടുത്ത് 2 പ്രാവശ്യം റീവർക്ക് ചെയ്ത് 1 മണിയാകുമ്പോൾ രാത്രി അത് ഞാൻ വീഡിയോ എടുത്തു. വീണ്ടും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാകണ്ടാണ് അതിനൊക്കെ അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് വേണ്ട പാർട്സ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണണം, കണ്ടിട്ട് ഡയലോഗൊക്കെ എങ്ങനെയുണ്ട് എന്ന് മെസ്സേജ് കമൻ്റൊക്കെ അടിക്കണം. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വേണം പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടുള്ളത്. വൃത്തിക്ക് എടുത്തിട്ടില്ല കേട്ടോ, അതാണ് എനിക്ക് പറ്റുന്ന ബുദ്ധിമുട്ട്. എൻ്റെ മകളെടുത്തതാണെങ്കിൽ കുറച്ച് ചന്തം ഉണ്ടാകും, ഇതൊരു അപാകത ഉണ്ടാകും. കാരണം ഞാനല്ലേ ടക്കാന്ന് നോക്കിയിട്ട് ഇങ്ങനെ അതാ എൻ്റെ അച്ചാറം ചോദിച്ചിട്ട് ചെക്കൻ വന്നു. അങ്ങനെ ചോദിക്കില്ല, അവൻ നാണമുള്ള ചെക്കനാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ലോലിപോപ്പ് വേറൊരു ഭാഗത്തേക്ക് വാങ്ങിച്ചതാണ്. അവസാനം വാങ്ങിച്ചിട്ട് വന്നത് ഞങ്ങളത് പാക്ക് ചെയ്ത് പോയി. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അത് നമുക്ക് അതും കൊടുത്ത് കളയാം. പാവം പെണ്ണ് അതും കഴിച്ചോട്ടെ അല്ലേ. നമുക്ക് വരാൻ പോണ പെണ്ണിനെല്ലാം ധാരാളം കൊടുക്കണ്ടേ. മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ സ്വർണത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നാളേക്കാണ് കേട്ടോ. നാളത്തെ വീഡിയോസിലാണ് അതൊക്കെ. ഇത് മേക്കപ്പ് ബോക്സ്. ഇത് ബൊക്ക ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ, ഒരു അപാകത വന്നപ്പോൾ ആ സംഭവമാണ് ഇത് ഉണ്ടാക്കുന്നത്. എടുത്തു റീവർക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ ഇതാണ് എൻ്റെ അക്ക കേട്ടോ. എൻ്റെ അക്ക നല്ല വൃത്തിക്ക് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഫസ്റ്റാണ്. അതാ ചേച്ചി പാചക റാണി, പിന്നെ ഹെൽപ്പിംഗ് റാണി. അനിയത്തി ഓൺലി വാചക റാണി മാത്രം. വാചകം പഠിക്കാൻ ഞാനും, പാചകം പണി ചെയ്യാൻ അവളും. അക്ക അത് ചെയ്തതാ. അക്ക ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചേച്ചി ഉണ്ടോ? എല്ലാം ചെയ്തു തരാനേ, എന്ത് പറഞ്ഞാലും ചെയ്തു തരും. മാഷാ അല്ലാഹ്. എൻ്റെ അക്ക ദീർഘായുസിട്ട് കൊടുക്കട്ടെ എല്ലാവർക്കും കേട്ടോ. അവൾക്ക് മാത്രമല്ല, അവൾ മാത്രമല്ല, എല്ലാവരും കൂടി ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി സന്തോഷത്തിൽ. ഇനി ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് ഇതുപോലൊക്കെ അടിച്ച് പൊളിച്ചിരിക്കണം. എല്ലാം ചെറിയ ഷോർട്ട്സ് ആയിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. എല്ലാം നല്ലപോലെ നടക്കട്ടെ. ഇതാണ് പൂച്ചണ്ടായ സംഭവം കേട്ടോ. എടുത്ത് വീഡിയോ എടുത്ത് അത് പൂച്ചണ്ടായി, അതൊരു അപാകതയായി. എൻ്റെ മകൾ അതിനെ വേദനിക്കുമെന്ന് അവൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞു അഗ്രികൾച്ചർ ബേസ് തന്നു. അവൾ അഗ്രികൾച്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2-ന്. അപ്പം അവൾ പറയും അയ്യോ അതിന് വേദനിക്കും. അപ്പം ഞാൻ അതിന് വേദനിക്കില്ല, അതിനൊക്കെ പറിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് വേദനിക്കാനേ, ഇനി വെച്ചാലോ ഒരു ദിവസമല്ലേ വെക്കുള്ളൂ.
അങ്ങനെ ഈ പരിപാടികളൊക്കെ ആയി. പിന്നെന്താണ്, പിന്നെ ഇതൊക്കെ വീണ്ടും വെട്ടിക്കൂട്ടി ഞങ്ങൾ പുതിയതുണ്ടാക്കിയ കേസ്. അത് അടിപൊളി സെറ്റപ്പായിരുന്നു. ഇത് ഉണ്ടാക്കാൻ അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷേ ഇതും എല്ലാവരും സഹായിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൂച്ച ഉണ്ടായത്. പിന്നെ യൂട്യൂബിൽ പോയിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നോക്കിയിട്ട് രാത്രി 1:30 എല്ലാവരും കൂടി ഇരുന്ന് വീണ്ടും 12:30 to 1-2 ആ പണികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ച് എല്ലാവരും കൂടി വെളിയിൽ കുറേ നേരം കളിച്ച് പോയി കിടന്നുറങ്ങുമ്പോൾ 4 മണിയായി തോന്നും. പിന്നെ വീണ്ടും 7 മണിക്ക് അഞ്ച് വീണ്ടും പുറപ്പെട്ട് റെഡിയായി അങ്ങനെ സെറ്റാക്കി. അടുത്ത പൂച്ചയുണ്ട് കേട്ടോ, അല്ലേ? അങ്ങനെ റെഡിയാക്കി ഞങ്ങൾ നിശ്ചയത്തിൽ പോയി. ആ വീഡിയോ ഇടാം, ചെക്കനും പെണ്ണും പിന്നെ അവിടെ കൊണ്ടുപോയ ഐറ്റംസുകളും എല്ലാവരും കയറി പോണതും അതൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് ഞാൻ മിണ്ടാതിരിക്കട്ടെ ഗായ്സ്, നിങ്ങൾ കണ്ടോളൂ. ഇതാ ഐറ്റംസുകളൊക്കെ തികച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ, എല്ലാം തേച്ച്. ഇതിപ്പോൾ നമ്മുടെ ചെക്കൻ വന്ന് നോക്കി അപ്പോഴാണ് പറഞ്ഞത് ഒരു അപാകതയാണ്. വീണ്ടും അത് ശരിയാക്കിയ ശേഷം നമ്മൾ ചെക്കനെ വിളിച്ച് നല്ല ബൊക്കെ കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. റെഡിയാക്കി വെച്ച ബൊക്കൻ്റെ വീഡിയോ ഞാൻ അതിന് മാറ്റിയിട്ട് വീണ്ടും പുതിയ ബൊക്ക ഉണ്ടാക്കിയപ്പോൾ ചെക്കൻ വന്നു, വാവ് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞിട്ട് വന്നു. അപ്പം നമ്മുടെ ഇങ്ങനെ കൊടുക്കണമെന്ന് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോഴാണ് ശരിക്കും ഒരു ബൊക്കെ ആയത് കേട്ടോ. അവന് സന്തോഷമായി. ബൊക്കെയൊക്കെ കൊടുക്കണ വീഡിയോസൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഉള്ളതൊക്കെ ഇടാം കേട്ടോ, ഇല്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള വീഡിയോസ് ഞാൻ എല്ലാം ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അടിക്കണം. കമൻറ്റുകളൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. അപ്പം ബൈ.